ശ്രീ LDFന്റെ ശ്രീ കെടുത്തുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്ന് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ആർക്കെതിരെ? വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ. സെക്രട്ടേറിയറ്റിലെ ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ വളരെ സജീവമായി തന്നെ കണ്ടു. പക്ഷേ അതെല്ലാം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നതാണ് അതിലെ വിരോധാഭാസം. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കാൻ CPMഉം ഒപ്പം CPIയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സമവായത്തിനുണ്ടോ ഒരു ഫോർമുല? സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുൻപ്, എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് രണ്ടു കൂട്ടർക്കും മുഖം രക്ഷിക്കാനാവുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ. ന്യൂസ് അറ്റ് 9 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. PM ശ്രീയിൽ CPIയെ അനുനയിപ്പിക്കാൻ CPMന്റെ നീക്കം. ബിനോയ് വിശ്വത്തെ നേരിട്ട് കണ്ട് V. ശിവൻകുട്ടി. ഇടപെടാനില്ലെന്ന നിലപാടിൽ CPM കേന്ദ്ര നേതൃത്വം. RSS അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. കേന്ദ്ര നയങ്ങൾ കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്ന് K. സുരേന്ദ്രൻ. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ CPI യുവജന സംഘടനകൾ തെരുവിൽ. ശബരിമല സ്വർണ്ണപ്പാളി അന്വേഷണത്തിൽ നിർണായക നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണം കണ്ടെടുത്തു. സ്വർണം പൂശി നൽകിയ സ്മാർട്ട് ക്രിയേഷൻസിൽ പോറ്റിയുമായി ഇന്ന് തെളിവെടുപ്പ്. സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് പോറ്റിയാണ് സമീപിച്ചതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. Called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Bellary also. In Bellary also given the same statement. Regarding the Dwarapalaka, they asked so many questions. What information I have, I will given to SIT. മെസ്സിയും അർജന്റീനയും തൽക്കാലം കേരളത്തിലേക്കില്ല. ഫിഫയുടെ അനുമതിയില്ലെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. പഴി മുഴുവൻ മാധ്യമങ്ങൾ. ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത് ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം. കളി മുടക്കാൻ ചിലർ ഫിഫയ്ക്ക് ഇമെയിൽ അയച്ചെന്ന വിചിത്രവാദവുമായി കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. സ്റ്റേഡിയമില്ലെന്ന ന്യായം പറഞ്ഞ് മുഖം രക്ഷിക്കാനും ശ്രമം. നാലര വർഷത്തിന് ശേഷം ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിലേക്ക് G. സുധാകരൻ. സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി തോട്ടപ്പള്ളി നാൽച്ചിറ പാലത്തിന്റെ ഉദ്ഘാടന പോസ്റ്റർ. പാലം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഗെയിംസ് മത്സരങ്ങളിലെ നിർണായക ഫൈനലുകൾ നാളെ. സിഡ്നി ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 9 വിക്കറ്റ് ജയം. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. ഏകദിന റൺവേട്ടയിൽ രണ്ടാമനായി വിരാട് കോഹ്ലി. ഏകദിന പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. സമവായം എവിടെ, എങ്ങനെ? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലി മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള പരസ്യ പ്രതിഷേധം തുടരുമ്പോഴും CPI നേതൃതലത്തിൽ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒത്തുതീർപ്പായി എന്ന് സൂചന. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ലെന്ന ഉറപ്പിൽ നിലവിലെ പ്രതിഷേധം മയപ്പെടുത്താമെന്ന നിലപാടിലാണ് CPI നേതൃത്വം. കരാർ ഒപ്പിടും മുൻപ് CPIയുമായി ചർച്ച ചെയ്യാത്തതിൽ CPM പരസ്യമായി വീഴ്ച അംഗീകരിക്കും. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ മുന്നണിയുമായി ഇടയുന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്താണ് പ്രശ്നത്തിൽ നിന്നുള്ള ഈ തലയൂരൽ തന്ത്രം. ഈ മാസം 27 ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപായി സമവായം നടപ്പാക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും ചർച്ച നടത്തി.
സമവായത്തിന്റെ പാത ഉണ്ടായോ? ചർച്ചയുടെ തുടക്കമാണ് ഇത്. ഞാൻ വിനോദ വിശ്വം സാറിനെ കാണാൻ വന്നു. രണ്ട് മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PMC ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും കരാറത്ത് പിന്നോട്ട് പോകും. ഇല്ല, അത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. പിന്നെ അതിൽ അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാം. പ്രശ്ന പരിഹാരം ഏത് വിധേനയും സാധ്യമാക്കുക എന്നതാണ്. CPIക്ക് പ്രതിഷേധമുണ്ട്, പരസ്യമായി അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ട്. മന്ത്രിസഭയിൽ 2 തവണ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. 16-ന് MOU തയ്യാറാക്കി ഒപ്പിട്ട ശേഷം 22-ാം തീയതി നടന്ന മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും ഈ കരാർ ഒപ്പിട്ട വിവരം മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയില്ല. അങ്ങനെ CPIയെ എല്ലാ തരത്തിലും അവഗണിച്ചു എന്ന പരാതിയും ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിന്മേലാണ് ഇന്ന് പ്രതിഷേധവുമായി, പരസ്യമായ പ്രതിഷേധവുമായി, ഇതെന്ത് മുന്നണിയാണ്, ഇതെന്ത് സർക്കാരാണ് എന്ന ചോദ്യവുമായി അടക്കം ബിനോയ് വിശ്വത്തിന് പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത്. അത്ര വലിയ പ്രതിഷേധം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി CPMനെ സംബന്ധിച്ച് ഈ പ്രതിഷേധത്തിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ, CPIക്കും പിറകോട്ട് പോയേ പറ്റൂ. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിഷയം കൃത്യമായി പഠിക്കാനായി മന്ത്രിമാരായ K രാജനെയും P പ്രസാദിനെയും ചുമതലപ്പെടുത്തിയെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് വ്യക്തമാക്കിയത്. 27-ന് നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. പദ്ധതി എന്തുകൊണ്ടാണ് എതിർത്തതെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇനി ചില പ്രതികരണങ്ങളിലേക്കാണ്. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 16-ന് ഒപ്പുവെച്ച ശേഷമാണ് മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി നൽകണമെന്നും VD സതീശൻ പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവെക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര നയങ്ങൾ കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്ന് BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. പണം വാങ്ങിയെടുക്കാനുള്ള അടവ് നയമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. VD സവർക്കറും ഹെഡ്ഗേവാറും അടക്കമുള്ളവർ കേരളത്തിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും.
അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. നിങ്ങൾ വി.ഡി. സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി.ഡി. സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. PM ശ്രീ പദ്ധതിയുടെ പേരിൽ പക്ഷേ സിലബസിൽ RSS അജണ്ട നടപ്പാക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി ഇന്നും പറഞ്ഞത്. സുരേന്ദ്രന് മറുപടിയായിട്ടായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവന വ്യാജ പ്രചാരണം മാത്രമാണ്. ഗോഡ്സെയെ ഗാന്ധി ഘാതകൻ എന്നു മാത്രമേ കേരളം പഠിപ്പിക്കുകയുള്ളൂ എന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലെന്നും മന്ത്രി കെ സുരേന്ദ്രന് മറുപടിയായി പറഞ്ഞു. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ തലയൂരും? അതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധവുമായി CPIയുടെ യുവജന സംഘടനകളടക്കം മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അവർക്കെതിരെ ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ പരസ്യമായ പ്രതിഷേധം ഒരു വശത്ത്. ഇന്നലെ ഇതെന്ത് സർക്കാരാണ്, ഇതെന്ത് മുന്നണിയാണ്, ഈ തിരക്കിട്ടുള്ള ഒപ്പിടലിൽ നിഗൂഢതയുണ്ട് എന്നൊക്കെ ബിനോയ് വിശ്വത്തിന് തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ പരസ്യമായി പറഞ്ഞതിന് ശേഷം ഇന്ന് ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി ചർച്ച നടത്തുന്നു. അങ്ങനെ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയൂരും എന്നത് തന്നെയാണ് അറിയേണ്ടത്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനൊന്നും അധികം സമയമില്ലാത്തപ്പോഴാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനടക്കം ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാകത്തിൽ മുന്നണിക്കകത്തൊരു വലിയ പ്രശ്നമുണ്ടാവുന്നത്. അത് CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPM ആകട്ടെ നിലപാടിനേക്കാൾ വലുതാണ് ഫണ്ട്, മുന്നോട്ട് പോകാൻ അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നു. രണ്ടുപേരുടെയും വാദങ്ങളിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങളുമുണ്ട്. ഇതിനെ എങ്ങനെ സമവായത്തിൽ കൊണ്ടുവരും? പരസ്യമായി ഈ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് എങ്ങനെ തലയൂരുമെന്നാണ് അറിയേണ്ടത്. അതിനുള്ള എന്ത് നീക്കമാണ് നടക്കുന്നത്? ശ്രീജ, അസാധാരണ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ PM ശ്രീ വിവാദം തുടങ്ങിയപ്പോൾ ഇത് ഇങ്ങനെ എത്തും എന്ന് ആരും കരുതിയതല്ല. കാരണം അപ്രതീക്ഷിതമായ രീതിയിലേക്ക് ഈ വിവാദം മാറി എന്നതാണ് സാഹചര്യം. ഇനി അവശേഷിക്കുന്നത് എന്ത് ഒത്തുതീർപ്പ് ഫോർമുല എന്നതാണ്, എങ്ങനെ അനുനയം സാധ്യമാകുമെന്നതാണ്. അവശേഷിക്കുന്നത് ഒരേ ഒരു സാധ്യത മാത്രമാണ്. കാരണം എന്തായാലും ഈ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ CPI ഇടതുമുന്നണി ബന്ധം, CPM-ഉമായുള്ള ബന്ധമൊന്നും ഉപേക്ഷിച്ച് പോകാനുള്ള സാഹചര്യമില്ല. അത്തരം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എന്നാൽ CPI ഉടക്കിലാണ്. CPI എങ്ങനെ അനുനയിപ്പിക്കും? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. CPIക്ക് അവരുടെ അഭിമാനത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രതികരണത്തിന് വഴി തുറന്നു കൊടുക്കുക, ഒപ്പം ചർച്ചകളിൽ പിഴവ് പറ്റി എന്ന കാര്യം സർക്കാർ, പ്രത്യേകിച്ച് CPM നേതൃത്വം അംഗീകരിക്കുക. ഇതിനുള്ള ഒരു അവസരമുണ്ടാക്കിയുള്ള ചർച്ചയിലേക്കായിരിക്കും പോവുക. ഒരുപക്ഷെ നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കുന്ന ചില സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ അതിൻ്റെ വഴി തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് V. ശിവൻകുട്ടി CPIയുടെ ആസ്ഥാനത്തെത്തി സെക്രട്ടറിയെയും മന്ത്രി GR അനിലെയും ഒക്കെ കണ്ടത് ആ നീക്കത്തിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ പ്രശ്നം തീർന്നിട്ടില്ല. അതിപ്പോഴും തർക്കമായി തന്നെ അവശേഷിക്കുകയാണ്. ഇനി നമുക്ക് അവശേഷിക്കുന്ന രണ്ട് സാധ്യതകൾ, ഒന്ന് CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. അതിനല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയും ഈ വിഷയത്തിൽ ചില നീക്കങ്ങൾ നമുക്ക് നടത്തുമെന്ന് കരുതാം. അത്തരം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ചകളിൽ ചില പിഴവ് പറ്റിയെന്ന കാര്യം സർക്കാരിനും CPM നേതൃത്വത്തിനും തുറന്ന് സമ്മതിക്കേണ്ടി വരും. അല്പസമയം മുമ്പ് MV ഗോവിന്ദനോട് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു, വൈകിട്ട് തന്നെ. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത്. അതായത് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നതാണ് CPM നേതൃത്വത്തിൻ്റെ നീക്കമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനുനയ നീക്കങ്ങളുടെ ഭാഗം തന്നെയാണ് അതെന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ അനുനയ നീക്കങ്ങളുടെ പുരോഗതി അനുസരിച്ച് തന്നെയാവും ഇനി ഉണ്ടാവുന്ന തുടർ പ്രതികരണം എന്നതാണ് പ്രസക്തമായ ഒരു കാര്യം. ഇതിനിടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ സർക്കാർ തീരുമാനിച്ചതോടുകൂടി ഇതിൽ പുതിയൊരു രാഷ്ട്രീയ നീക്കം BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ സുരേന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതും. കാരണം സുരേന്ദ്രൻ പറയുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടു എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമാവുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ വിവാദ നായകരുടെ എല്ലാം പാഠങ്ങൾ കേരളത്തിലും ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമെന്നും കൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അതിന് മറുപടി നൽകുന്നുണ്ട്. ഒരുപക്ഷേ ഈ അനുനയ ചർച്ചകളിൽ വെല്ലുവിളിയാവുന്നതും ഈ BJP നേതാക്കളുടെ പ്രകോപനം കൂടിയാവാം. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം വാക്കുകൾ കേട്ടതാണ്. എന്തായാലും
കോൺഗ്രസും UDFിൻ്റെ നേതാക്കളുമൊന്നും CPI ഈ വിഷയത്തിൽ പിണങ്ങി CPMൽ നിന്നും ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങി വരുമെന്ന് അവർ കരുതുന്നില്ല. പക്ഷേ ഈ തർക്കത്തെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെയും നീക്കം. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കണ്ടത് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധമാണ്. PM ശ്രീയിൽ ഒപ്പുവച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി CPI വിദ്യാർത്ഥി യുവജന സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് AISFും AYFും നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSUവും ഇന്ന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. MOU പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. PM ശ്രീയുടെ പേരിൽ ഇടതുമുന്നണിക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി CPI ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അതേ ദിനം തന്നെയാണ് CPIയുടെ പോഷക സംഘടനയായ AYFന്റെയും AISFന്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധം കടുത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തി. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്നും അല്ലാതെയും പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിപ്പോയത്. അതിന് സമാനമായ തരത്തിൽ തന്നെയാണ് KSU പ്രവർത്തകരും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ ഗേറ്റിന് സമീപത്തേക്ക് ഗേറ്റ് ചാടിക്കടത്താനുള്ള നീക്കം നടത്തിയത്. വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ കൂടുതൽ പോലീസ് എത്തി അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിലും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അതായത് സംസ്ഥാനത്തെ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ AISF ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിലപാട് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ ഇവിടെ തുടക്കമിട്ടിരിക്കുന്ന പ്രതിഷേധം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സർക്കാരിനെതിരെ സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ പോഷക സംഘടനയുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുവെന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യത്തിന് കൂടിയാണ് PM ശ്രീയുടെ പേരിലുള്ള പ്രതിഷേധങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക്. CPIക്കെതിരെ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നടത്തിയ ഒരു പരാമർശമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. CPI കുരയ്ക്കും, പക്ഷെ കടിക്കില്ല. പറഞ്ഞതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നവരാണ് CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ വരുമ്പോൾ മാത്രമാണ് CPIക്ക് എതിർപ്പെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പഞ്ച് ഡയലോഗിലേക്ക്. CPIയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. CPIക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI കുറയ്ക്കും, കടിക്കില്ല. കാരണം ബിനോയ് വിശ്വത്തിന്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. CPIയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണപായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത്? സംസ്ഥാനത്തിൽ എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്? പോറ്റിയുടെ വീട്ടിൽ സ്വർണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം സ്വർണം പിടിച്ചെടുത്തു. ബംഗളൂരു ശ്രീരാംപുരയിലെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ഇതോടൊപ്പം ഭൂമി ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തു. അഭിലാഷ് രാധാകൃഷ്ണൻ
വിവരങ്ങളുമായി അഭിലാഷ്, ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ട സ്വർണം പിടിച്ചെടുക്കലാണ്. ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഇത്രയധികം സ്വർണം 176 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്? ശ്രീജ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. അതായത് ഇന്ന് ബംഗളൂരുവിലെ ശ്രീരാംപുരയിലെ വാടക വീട്ടിലാണ് ഇന്ന് ബംഗളൂരു പോലീസും SITയും ചേർന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ 22 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് ആഭരണങ്ങളാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതാണോ ഇതെന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ 176 ഗ്രാം, അതായത് 22 പവൻ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് SIT കണ്ടെടുത്തിരിക്കുന്നു. അത് കണ്ടെടുത്ത് സീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ഈ വസ്തു ഇടപാടുകളും അതിന്റെ ബിനാമി ഇടപാടുകളുമുണ്ട്. അതിന്റെ കുറച്ച് രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ അവർ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ ഒരുപാട് വിവരങ്ങളും ആഭരണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് SIT കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുപോലെ തന്നെ ഇന്ന് കർണാടകയിലെ ബെല്ലാരിയിൽ നടന്ന മറ്റൊരു പരിശോധനയിൽ 476 ഗ്രാം സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾക്ക് കൈമാറി എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിൽ നിന്ന് ഒരുപാട് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്, SIT കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളമാണ്, അതായത് ഈ 476 ഗ്രാമും കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഗോവർദ്ധന് ഇതുപോലെ ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുകൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട്. അക്കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റി കൊണ്ടുവരുന്ന സ്വർണം വാങ്ങി വെച്ചത്. അത് ശബരിമലയിലാണെന്ന് അറിയില്ലായിരുന്നു. തനിക്ക് ഈ കൊള്ളയുമായി ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ശബരിമലയുടെ വാതിലിൽ സ്വർണം പൂശിക്കൊടുത്തിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൊള്ള, സ്വർണ്ണ കൊള്ള അല്ലെങ്കിൽ കബളിപ്പ്, അവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഗോവർദ്ധന്റെ തുറന്നു പറച്ചിലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തതും ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇത് കൂടാതെ മറ്റൊരു വിവരം കൂടെ പുറത്തു വരുന്നത് തന്ത്രി മഹേഷ് മോഹനര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ പോയി പൂജകൾ നടത്തുകയും അവിടെ നടന്ന പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളെ ശബരിമലയിലുള്ള തന്ത്രികളും അവിടെ നേരത്തെ തന്ത്രിയായിരുന്നവരുമൊക്കെയായിട്ട് തന്ത്രി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരികയാണ്. 2023 ജൂണിലാണ് ഈ റൊദ്ദം ജ്വല്ലറിയിൽ ഒരു പൂജ നടക്കുന്നതും ആ പൂജയിൽ തന്ത്രി മഹേഷ് മോഹനരെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് തന്ത്രി മഹേഷ് മോഹനരെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി വലിയ രീതിയിലുള്ള ബന്ധം ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഈ മഹേഷ് മോഹനർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ജയറാമിന്റെ വീട്ടിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയും അവിടെ ദ്വാരപാലക ശില്പങ്ങളുടെ ശബരിമല സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുവച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ വീട്ടിൽ, അതായത് ഇത്തവണ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി 40ഓളം ദിവസമാണ് ഇയാൾ ഇത് കയ്യിൽ സൂക്ഷിച്ചിരുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പലയിടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുണ്ടാവാം, അവരിൽ നിന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ടുണ്ടാവാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. മാത്രമല്ല ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ചെമ്പ് പാളിയിൽ സ്വർണം പൂശുന്ന ജോലികൾ ചെയ്തിരുന്നത്. ആ ഓഫീസിലും പോയി ഇന്ന് പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നും ഒരുപാട് വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, സ്വർണം വിൽക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും അതിന്റെ നിർണായക തെളിവുകളും SITക്ക് ലഭിച്ചിരിക്കുന്നു. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഇന്നെത്തി തെളിവെടുത്തു. ശബരിമല വാതിൽപ്പാളിയിൽ സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമീപിക്കുകയായിരുന്നു എന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ഇതിനിടെ ന്യൂസ് 18നോട് പറഞ്ഞു. സ്വർണം പൂശിയ ശേഷം ബെല്ലാരിയിൽ ഈ വാതിൽ പ്രദർശനത്തിന് വെച്ചു. അവിടെ ദർശനത്തിന് 1000ഓളം പേരെത്തി. SIT കേരളത്തിലേക്ക് വിളിപ്പിച്ചിരുന്നു. അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഗോവർദ്ധൻ പറഞ്ഞു. I don't know anything about all these things, and regarding this weight loss of Dwarapalaka, I don't have any idea regarding this.
SIT called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Ballari also. In Ballari also given the same statement. Regarding the Dwarapalaka, they asked so many questions. What information I have, I will given to SIT. Now the case is in investigation period, so they don't want to make any obligation. I am supporting SIT. I am fully details I have given to SIT. All the documents related to this door and donations from my side, all the things I have given to SIT. Whenever SIT calls, definitely go there, and I'll go there and I'll explain once again. If they require my statement, definitely I go and explain. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉന്നതർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ, ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്താ, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയെങ്കിൽ അതിൽ സന്തോഷമെന്ന് മന്ത്രി VN വാസവൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റ് ക്ഷേത്രങ്ങളിലും ആധികാരികമായ തെളിവ് വരികയാണെങ്കിൽ അന്വേഷണം നടത്തും. ബോർഡാണ് അത്തരം വിഷയങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതും നടപടി എടുക്കേണ്ടതുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിന്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിന്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്, കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞത് പ്രതിപക്ഷ നേതാവും അവകാശപ്പെട്ടു. കോടീശ്വരനായ ആളുടെ വീട്ടിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു, അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കുക. ശബരിമല സ്വർണ്ണ കവർച്ച വിവാദത്തെ തുടർന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധനകൾ ആരംഭിച്ചു. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളും സംഘം പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആറന്മുളയിലെ പരിശോധനകൾ.
രാവിലെ 10 മണിയോടുകൂടിയാണ് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആറന്മുളയിലെത്തി പരിശോധനകൾ ആരംഭിച്ചത്. ആറന്മുളയിലെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാന സ്ട്രോങ് റൂമാണ് പരിശോധിച്ചത്. എന്തായാലും നിലവിൽ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുവകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് ശബരിമലയിൽ ചെറിയ സ്ട്രോങ് റൂമാണുള്ളത്. അവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ആറന്മുളയിൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ശബരിമലയിൽ 3 ദിവസമാണ് പരിശോധന നടത്തിയത്. അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ, അതായത് അമൂല്യങ്ങളായ വസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഒത്തുനോക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടായാൽ കർശന നടപടിയുണ്ടാകും. എന്തായാലും സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകൾ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നേരത്തെ ശബരിമലയിൽ പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിന് ശേഷം പിന്നീട് ആറന്മുളയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് സാധ്യത ഉള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കെടുപ്പ്, അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു കണക്കെടുപ്പ് തന്നെ നടക്കുന്നത്. ഈ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ അത് ഈ ഭക്തർ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം തൂക്കവും അതുപോലെ തന്നെ അളവും എല്ലാം ഈ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആ രജിസ്റ്ററും മഹസറും ഒക്കെ ഒത്തുനോക്കി അത് കൃത്യമായി കണക്ക് പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കണക്കെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ശബരിമലയിലെ ഈ സ്ട്രോങ് റൂം പരിശോധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറുക. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഈ പരിശോധനയിൽ ഉണ്ടായാൽ അതും കൃത്യമായ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്ക് SP അടക്കമുള്ള ആളുകൾ ഈ പരിശോധനയ്ക്ക് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ടായിരുന്നു. ശശിനാരായണന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് മെസ്സി വരില്ല. ആരാധകരെ നിരാശരാക്കി അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെയും സൂപ്പർ താരം ലയണൽ മെസ്സിയുടെയും വരവില്ല എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ സ്ഥിരീകരണം. നവംബർ 17 മെസ്സി നയിക്കുന്ന അർജന്റീന ടീം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനം. ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണ് അർജന്റീന ടീം വരാത്തതിന് പിന്നിലെന്നും മാർച്ചിൽ മെസ്സി വരുമെന്നും സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജന്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു, നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി, ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും, അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് കിട്ടിയത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അതേസമയം മെസ്സിയുടെ വരവ് മുടക്കാൻ നമ്മുടെ നാട്ടിലെ തന്നെ ചിലർ മെയിൽ അയച്ചെന്ന വിചിത്രമായ മറുപടിയായിരുന്നു കായിക മന്ത്രി V. അബ്ദുറഹ്മാന്റേത്. ഇപ്പോൾ ഇതൊരു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? MG മിഥുന്റെ റിപ്പോർട്ട് കാണാം. മെസ്സിയും അർജന്റീന ടീമും
കേരളത്തിലേക്ക് വരില്ല, ഈ വർഷം വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെ വാക്കുകൾ വിശ്വസിച്ച ആരാധകർക്ക് കടുത്ത നിരാശ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വിവരം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫിഫ അനുമതി നൽകുന്നത് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് അനന്തമായി വൈകുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ വിൻഡോ ഓപ്പൺ ആയതിൽ ഈ മത്സരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം 2026 മാർച്ചിലെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അടുത്ത മാർച്ചിൽ ഈ കേരളത്തിലേക്ക് അർജന്റീനയും ഒപ്പം തന്നെ മെസ്സിയും വരുന്ന ഒരു മത്സരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു FB പോസ്റ്റ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ മാധ്യമപ്രവർത്തകരെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പഴിചാരിക്കൊണ്ടുള്ള ചില പ്രതികരണം മാത്രമായിരുന്നു നടത്തിയത്. അതായത് ഫിഫയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളി നടക്കാതെ പോയത്, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കാലയളവിലെല്ലാം താൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മെസ്സി വരില്ല എന്ന് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകി, അത് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊന്ന്, ഈ സ്റ്റേഡിയം നവീകരണം അത് ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം പലതവണ ആന്റോ അഗസ്റ്റിൻ തന്നെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാര്യം അത് ഈ സ്റ്റേഡിയം നവീകരണത്തിന്റെ കാലതാമസം ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടും നമ്മളോടും തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ വാക്കുകളാണ്. അത് വളരെ വിചിത്രമായ ചില വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേഡിയമാണ് വില്ലനായത്, സ്റ്റേഡിയത്തിലെ പണി പൂർത്തീകരിക്കാൻ ആയില്ല, ഈ കുറഞ്ഞ കാലയളവിൽ എങ്ങനെ പണിയൊക്കെ തീർത്ത് അനുമതി നേടാനാകുമെന്നുള്ള ചോദ്യം ഇങ്ങോട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അത് തന്നെയായിരുന്നു നമ്മൾ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പണി തീർക്കാനാകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും അതെല്ലാം സ്പോൺസർമാരും അതിൻ്റെ അധികൃതരും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മെസ്സി നവംബർ 17 തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടും, ആരാധകർക്ക് ഒരു തരത്തിലും നിരാശരാകേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് മന്ത്രിയും പറഞ്ഞതാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ സ്റ്റേഡിയത്തിന് പുറമെ മറ്റൊരു ചില വിചിത്രവാദങ്ങൾ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ചിലർ, നമ്മുടെ നാട്ടിലുള്ള ചിലർ ഫിഫയ്ക്ക് മെയിൽ അയച്ചു, ഒരു തരത്തിലും അർജന്റീന ടീം ഇവിടേക്ക് വരരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതാണ് മറ്റൊരു കാരണമായി, അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സിയും അർജന്റീനയും ഈ വിൻഡോ ഓപ്പൺ ആയ സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണമായി മന്ത്രി പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രതികരണമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ മറ്റൊരു കാര്യം കൂടി സ്പോൺസർ പറയുന്നുണ്ട്. അതായത് അടുത്ത വർഷം 2026 മാർച്ച് മാസത്തിൽ അടുത്ത വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിൽ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമായിരുന്നു എതിരെങ്കിൽ അന്ന് ആരുമായി കളിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, 2026 ലോകകപ്പ്, ഫിഫ ലോകകപ്പ് മത്സരം ജൂണിൽ നടക്കാൻ പോവുകയാണ്, 2026 ജൂണിൽ. അപ്പോൾ മാർച്ച് മാസത്തിൽ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഈ 2 മാസത്തിന് മുന്നോടിയായി എങ്ങനെ കേരളത്തിൽ വന്ന് മെസ്സിയും ഒപ്പം തന്നെ അർജന്റീനൻ ടീമും വന്ന് കളിക്കുമെന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വന്ന് കളിക്കാൻ അവർ തയ്യാറായാൽ പോലും തന്നെ മറ്റേത് ടീമായിരിക്കും വരാൻ പോകുന്നത്, അപ്പോൾ മെസ്സി ഉണ്ടാകുമോ ഈ ടീമിൽ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാർച്ച് മാസത്തിലെ 2 സൗഹൃദ മത്സരങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതിൽ ഒരു മത്സരത്തിൽ സ്പെയിനുമായി അർജന്റീനൻ ടീം കളിക്കുമെന്നുള്ളതാണ്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വന്നില്ല എങ്കിൽ പോലും തന്നെ സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി സ്പെയിനുമായി ഖത്തറിൽ ആദ്യ മത്സരം കളിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ മത്സരത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിലാകുമോ എന്നുള്ളതാണ്. അത് സ്പോൺസർ പറയുന്നതനുസരിച്ച് ആണ് എങ്കിൽ, അത് നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ മത്സരത്തിന് മെസ്സിയും അർജന്റീനയും എത്തിയേക്കാം. പക്ഷേ അതിന്റെ സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കായിക നിരീക്ഷകരടക്കം പറയുന്നത്. MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. സർക്കാർ പരിപാടിയിലേക്ക് സുധാകരൻ. 4.5 വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ആലപ്പുഴയിൽ ഒരു സർക്കാർ പരിപാടിയിൽ ജി സുധാകരന്റെ ചിത്രം. പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത്. ഈ 27 നടക്കുന്ന തോട്ടപ്പള്ളി 4 ചിറ പാലത്തിന്റെ ഉദ്ഘാടന പോസ്റ്ററിലാണ് ചിത്രം. പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ മന്ത്രിമാരുടെ വിവരങ്ങൾ അടങ്ങുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് അവതരണം പോലും ഉദ്ഘാടന വേളകളിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ വായിക്കാൻ അനുവദിക്കാറില്ല.
നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ ജി സുധാകരൻ പ്രത്യക്ഷാതൃപ്തി സംഭവങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിലവിൽ ജി സുധാകരനെതിരെയുള്ള അമ്പലപ്പുഴയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിനെതിരെയുള്ള സുധാകരന്റെ മറുപടികളുമെല്ലാം പാർട്ടി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലെ CPM പ്രവർത്തകർക്കിടയിൽ തന്നെ സുധാകരനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് പരസ്യ എതിർപ്പുകൾ ഉയർന്നു വന്നതോടെ പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ അകറ്റാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പരസ്യ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി R. നാസറിന് തന്നെ രംഗത്ത് വരേണ്ടി വന്നു. പിന്നാലെ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും ജി സുധാകരനെ സന്ദർശിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ബാക്കിപത്രമായി വേണം കരുതാൻ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തന്നെ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ജി സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്ന തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന് 50 കോടിയും അതിലൂടെ കടന്നുപോകുന്ന കരുമാടി റോഡിന് 90 കോടിയുമായിരുന്നു കഴിഞ്ഞ സർക്കാർ അനുവദിച്ചത്. 75% നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. പരിപാടിയിൽ ക്ഷണിച്ചില്ലെങ്കിൽ സുധാകരന് പ്രത്യേകം സ്വീകരണമൊരുക്കാൻ പ്രദേശവാസികൾ തയ്യാറെടുത്തിരുന്നു. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വിവാദങ്ങൾ തുടരുന്നതിനിടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും ഒരേ വേദിയിൽ. ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് കോൺക്രീറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന BJP നിലപാട് നിലനിൽക്കെയാണ് പ്രമീള ശശിധരൻ രാഹുലിനൊപ്പം ഒരേ വേദിയിലെത്തിയത്. ബീഹാർ പിടിക്കാൻ പോരാട്ടം. കാട്ടുനീതിയിലേക്ക് തിരിച്ചു പോണോ അതോ വികസനം വേണോ എന്ന് ബീഹാർ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തതിന് ഇന്ത്യ മുന്നണിയെ വിമർശിച്ചു. ഖഗാരിയ ജില്ലയിലെ പൊതുറാലിയിലാണ് അമിത്ഷാ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. नरेंद्र मोदी जिंदाबाद, नरेंद्र मोदी जिंदाबाद, भारत के विकास पुरुष जिंदाबाद, भारत के विकास पुरुष जिंदाबाद। अब NDA गठबंधन के सभी जिलाध्यक्ष माननीय प्रधानमंत्री जी को मखाना की माला से ബീഹാറിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴും വലിയ ആവേശമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ഇന്ന് പൊതുറാലിയിൽ അമിത്ഷാ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. മനു ഭരത് വിവരങ്ങളുമായി. മനു, ജംഗൽ രാജ് വേണോ വികസനം വേണോ എന്നതാണ് ബീഹാറിന് മുന്നിൽ ഇത്തവണ NDA ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയൊക്കെയാണ് പ്രചാരണ രംഗത്തിപ്പോൾ NDAയുടെ പ്രവർത്തനങ്ങൾ? ബീഹാറിൽ പ്രചരണം നടത്തുന്ന NDA നേതാക്കൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നു. അത് പ്രധാനമായും അവരുടെ പ്രതിപക്ഷ കക്ഷികളെ ആക്ഷേപിക്കുന്നതിന് അവരെല്ലാം കേസിൽ പ്രതികളായവരും അതുപോലെ തന്നെ ജാമ്യത്തിലിറങ്ങിയവരുമാണ് എന്നൊരാക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നു. ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ജംഗിൾ രാജാണ്, അത് തുടർന്നും വേണോ എന്ന കാര്യം ബീഹാറിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് അമിത്ഷാ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമായും ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് ഇന്ന് പലയിടങ്ങളിലും അമിത്ഷാ പ്രചരണ ആയുധമാക്കി ആ വിഷയം ഉന്നയിച്ചു. അതിൽ പ്രധാനമായൊരു ചോദ്യം അമിത്ഷാ ഉന്നയിച്ചത്, ഇത് നുഴഞ്ഞുകയറ്റക്കാർ നിരവധി പേർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു, അവരെ കൂട്ടത്തോടെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം രാജ്യത്തുണ്ട്, അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം നടക്കുന്നത് എന്ന ഒരാക്ഷേപം ഇന്ന് അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉന്നയിക്കുകയാണ്. അതേസമയം നിതീഷ് കുമാറും ഇന്ന് കൂടുതലായും ഉപയോഗിച്ച ഒരു തന്ത്രം ന്യൂനപക്ഷ വോട്ടർമാരെ ഈ പാർട്ടിയുമായി അടുപ്പിക്കുക എന്ന നിലപാടാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽ നടത്തിയ സേവനങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പ്രധാനമായി ഉയർത്തിക്കാണിച്ചു.
മറുവശത്താകട്ടെ മഹാഗഡ്ബന്ധൻ പ്രധാനമായും ഉന്നയിക്കുന്നത് NDAയിൽ വിള്ളലുണ്ട് എന്ന ഒരു ആക്ഷേപമാണ്. അവിടെ NDA വിജയിച്ചാൽ പോലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉള്ളൊരു പ്രചരണം അഴിച്ചുവിടുന്നു. ഇത് NDAക്കകത്തൊരു കലഹം സൃഷ്ടിക്കാൻ ഉള്ള ഒരു രീതിയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ ഏതായാലും അത് എത്ര കണ്ട് വിജയിക്കും എന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനാകില്ല. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി സംസ്ഥാന കായികമേളയിലെ കാഴ്ചകളിലേക്ക്. ഇന്ന് രാവിലെ കനത്ത മഴയാണ് അവിടെ ഈ വേദിയിൽ പെയ്തതെങ്കിൽ വൈകിട്ട് റെക്കോർഡ് മഴകളായിരുന്നു. 200 മീറ്ററിലെ 6 വിഭാഗങ്ങൾ പൂർത്തിയായപ്പോൾ 4ലും ഇന്ന് പുതിയ റെക്കോർഡ് കുറിക്കപ്പെട്ടു. മത്സരത്തിൽ നാടകീയമായ സംഭവങ്ങളും അരങ്ങേറി. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിത്യ അജി സ്വർണം നേടി. 100 മീറ്ററിൽ താളം നഷ്ടപ്പെട്ട ആൻവി സബ് ജൂനിയർ വിഭാഗത്തിൽ ഇന്ന് 200 മീറ്ററിൽ സ്വർണം നേടി. സർജറിക്ക് ആശുപത്രിയിൽ പോകാതെ എത്തിയ ദേവനന്ദ പ്രയത്നം കൊണ്ട് വീണ്ടും സ്വർണം നേടി. അങ്ങനെ 200 മീറ്റർ മത്സരം പൂർത്തിയായപ്പോൾ വിജയത്തെക്കാൾ ഏറെ വിജയികളുടെ ആ വഴികളാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത്. 4ാം ദിനം പൂർത്തിയാകുമ്പോൾ വിജയിയുടെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഇനി എത്ര മഹാത്ഭുതങ്ങൾ സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അത് തിരുവനന്തപുരത്തിന് തന്നെ. ഏകദേശം 1500ഓളം പോയിന്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം. 4ാം ദിവസം മീറ്റ് പൂർത്തിയാകുമ്പോഴേക്കും തൊട്ടു പിന്നാലെയുള്ള തൃശ്ശൂര്, തൊട്ടു പിന്നാലെ എന്ന് പറയാൻ പറ്റൂല, ബഹുദൂരം പിന്നാലെയാണ്. 3ാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നത്. എന്തായാലും ഇതാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് നിൽക്കാനുള്ളത്. എന്നാൽ അത്ലറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് മലപ്പുറം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ തന്നെ പറയാം. പാലക്കാട് 14 സ്വർണവുമായിട്ട് നിൽക്കുമ്പോൾ മലപ്പുറം 10 സ്വർണവുമായിട്ട് 2ാം സ്ഥാനത്താണ് അത്ലറ്റിക്സിൽ നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് നിന്നത് 200 മീറ്റർ മത്സരങ്ങളായിരുന്നു. ഒരുപാട് നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. വെള്ളി എന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിൽ നിന്ന് ഒന്ന് സ്ക്രീനിലേക്ക് ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് സ്വർണം. ആദിത്യ അജിക്കാണ് 3ാമത്തെ സ്വർണവും 200 മീറ്ററിലൂടെ നേടിയെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ആദിത്യയുടെ പേരിൽ 3ാമത്തെ സ്വർണമാണ് നേടിയെടുക്കുന്നത്. ഈ മീറ്റിലെ ചാമ്പ്യനായിട്ട് ആദിത്യ മാറുകയും ചെയ്യുകയാണ്. ആൻവി ആകട്ടെ 100 മീറ്ററിൽ പിഴച്ചത് 200 മീറ്ററിൽ തിരിച്ചു പിടിക്കുകയും ചെയ്തു. സ്റ്റാർട്ടിംഗിലാണ് ആൻവിക്ക് 100 മീറ്റർ പിഴച്ചതെങ്കിൽ 200 മീറ്റർ ആൻവി ഗോൾഡ് നേടിയ മതിയാകും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ജൂനിയർ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ ആൻവി സ്വർണം നേടുന്നത്. അതേപോലെ തന്നെയാണ് ദേവനന്ദയുടെ 2ാമത്തെ സ്വർണവും നേടി. അതുൽ ടീമും വീണ്ടും സ്വർണം കരസ്ഥമാക്കുന്ന സാഹചര്യം. നിവേദ് കൃഷ്ണ വീണ്ടും സ്വർണം നേടി. അങ്ങനെ 100 മീറ്ററിൽ സ്വർണം നേടിയവർ 200 മീറ്ററിൽ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടൊരു ദിവസവും കൂടിയാണ്. അങ്ങനെ 4ാം ദിനത്തിൽ മീറ്റ് അതിആവേശത്തോടുകൂടി തന്നെ നിൽക്കുമ്പോൾ തിരുവനന്തപുരം തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. സ്വർണം നേട്ടങ്ങൾ കൊയ്യുകയാണ്. ഗെയിംസിൽ പ്രത്യേകിച്ച് നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തന്നെ നിൽക്കുന്നു. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാലക്കാട് ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ മുന്നേറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തം, ഇത്തവണത്തെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്തിന് തന്നെ. ക്യാമറമാൻ അരുൺ പാലോടൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18. എണീറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതെയാണ് ദേവനന്ദ 200 മീറ്ററിൽ മത്സരിക്കാൻ ഇറങ്ങിയത് തെറ്റിയില്ല, അടിച്ചെടുത്തു. ഇന്ന് വീണ്ടും ഒരു സ്വർണം കൂടി. സർജറിക്ക് ആശുപത്രിയിൽ പോകാതെ ഓടാൻ ട്രാക്കിൽ ഇറങ്ങിയ ദേവനന്ദ ഇപ്പോൾ കേരളത്തിന്റെ അഭിമാനമാണ്. 100 മീറ്ററിൽ സ്വർണം, അതിനുശേഷം വീണ്ടും ഒരു സ്വർണ്ണ നേട്ടം ദേവനന്ദ നേടുന്നത് 200 മീറ്ററിലാണ്. അപ്പൻഡിക്സ് രോഗം ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും 200 മീറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പോ ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ ദേവനന്ദ വീണ്ടും അടിച്ചു തീർത്ത റെക്കോർഡാണ്, അതും സ്വർണമാണ്. ദേവനന്ദ എന്ത് തോന്നുന്നു ഈ നിമിഷം? ഒന്നും പറയില്ല, സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഫിനിഷ് ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. കോൺഫിഡൻസ് എങ്ങനെയാണ് 200 മീറ്ററിൽ ഇറങ്ങുന്ന ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ? എനിക്ക് എന്ത് സംഭവിച്ചോടും വിചാരിച്ചോടിയതാ. കുഴപ്പമില്ല, എന്തായാലും ആശുപത്രിയിൽ പോകണ്ട. അപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഓടിയത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം 100 മീറ്റർ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞിരുന്നത് ആരോഗ്യം ഒട്ടും ഓക്കെയല്ല എന്നുള്ളതാണ്. എന്നാലും ഇറങ്ങും എന്നതാണ് പറഞ്ഞത്. ആ വാശി തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്. അതെ. അമ്മയോടും കൂടെ സംസാരിക്കാം. അമ്മ 100 മീറ്റർ മത്സരത്തിന് ശേഷം അവളുടെ ആരോഗ്യം ഒട്ടും ഓക്കെ അല്ലായിരുന്നു. വീണ്ടും ഇറങ്ങുമ്പോൾ ഒരു അമ്മയുടെ രീതിയിൽ എത്രത്തോളം പ്രയാസമുണ്ട്? ഓളോട് ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്തതാണ്, ഓടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓള് പിന്നെ ഓടാന്ന് പറഞ്ഞുള്ള ഓടാൻ തന്നെ അവള് തീരുമാനിച്ച്. ഞാൻ സാറ് പറഞ്ഞ ഓടണ്ടെന്നാ പറഞ്ഞത്. വീണ്ടും ഒരു സ്വർണ്ണ നേട്ടം കൂടി എത്തുകയാണ്, റെക്കോർഡാണ്. വളരെ സന്തോഷം. സ്വന്തമായിട്ട് വീടിന്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യത്തിന്റെ കാര്യം ആയിക്കോട്ടെ, അതിനെപ്പറ്റി എന്താണ്? വീട് വളരെ പഴകിയ വീടാണ്. വീട് എന്താ പറയാ, നാഷണൽസിലേക്കാണ്. അടുത്ത നാഷണൽസിലേക്കാണോ? ഇനി അടുത്ത് എന്താണ്? നാഷണലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സർജറി ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നാഷണലിൽ നല്ല ടൈം ചെയ്യാൻ. ഇത് നമ്മൾ പ്രതീക്ഷേക്കാൾ അപ്പുറമുള്ള ടൈമിംഗ് ആണ്. അതെ, എന്റെ ബെസ്റ്റ് 25 ഒട്ടും പ്രതീക്ഷിച്ചില്ല. റെക്കോർഡ് വരുന്ന പോലും വിചാരിച്ചില്ല.
അങ്ങനെ ക്വാളിഫൈ പോലും ചെയ്യുമെന്ന് കരുതാത്ത രീതിയിൽ നിന്നാണ് ദേവനന്ദ 24 സെക്കൻഡിൽ ഈ മീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇരട്ടി സ്വർണ്ണമാണ്, ഇരട്ടി മധുരമാണ്. ക്യാമറമാൻ അരുണിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18. അതിനു പിന്നാലെ ദേവനന്ദയെ തേടി ആ സന്തോഷ വാർത്തയും എത്തി. സർക്കാർ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നൊരു പ്രഖ്യാപനം കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. അങ്ങനെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഇറങ്ങി മിടുക്കിയായി 2 സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ്. സിഡ്നിയിലും ഇന്ന് സന്തോഷത്തിന്റെ ദിനമായിരുന്നു. ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. രോഹിത് ശർമ്മ സെഞ്ചുറി നേടി. ഇന്നത്തെ അർദ്ധ സെഞ്ചുറിയോടെ ഏകദിനത്തിൽ റൺവേട്ടയിൽ സച്ചിന് പിന്നിൽ രണ്ടാമനായി വിരാട് കോഹ്ലിയും റെക്കോർഡ് സൃഷ്ടിച്ചു. ഓസ്ട്രേലിയ ഉയർത്തിയ 237 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് മറികടന്നത്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. റോക്കോ മാജിക് ഒരിക്കൽ കൂടി കണ്ട ദിവസമായിരുന്നു അഭിലാഷ് ഇന്ന്. കാണികളോട് നന്ദി പറഞ്ഞ് വിരാട് കോഹ്ലിയും രോഹിത്തും ഇറങ്ങുന്നത് കാണുമ്പോൾ ഒരു കാലം തിരിച്ചു വന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ മത്സരം അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു, എത്രമാത്രം സ്പെഷ്യലായിരുന്നു? ശ്രീജ, ഇന്നത്തെ മത്സരം സീരീസ് കൈവിട്ടിട്ടാണ് ഇന്ത്യ കളത്തിൽ ഇറങ്ങിയതെങ്കിലും ഇന്ന് ഇന്ത്യൻ കായിക പ്രേമികൾക്ക് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു. കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രീസിൽ തിളങ്ങി നിന്ന് ഓപ്പണിംഗ് തൊട്ട് അവസാനം വരെ, തുടക്കം മുതൽ അവസാനം വരെയും 40ഓളം ഓവറുകൾ ഇരുവരും ചേർന്ന് ഒരു വെടിക്കെട്ട് നടത്തി ഓസ്ട്രേലിയയിൽ ചെന്ന് ഓസ്ട്രേലിയയെ വലിയ രീതിയിൽ തോൽപ്പിച്ച ഒരു ദിവസം കൂടിയായിരുന്നുവെന്ന്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രോഹിത് ശർമ്മ സെഞ്ചുറിയും അതുപോലെ വിരാട് കോഹ്ലി നേടിയ 74 റൺസോടുകൂടി ലോകത്ത് തന്നെ ഏകദിന മത്സരങ്ങളിൽ റൺവേട്ടക്കാരിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുത്തതിൽ രണ്ടാമനായി വിരാട് കോഹ്ലി മാറിയിരിക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കറിന് തൊട്ടു പിന്നാലെ 4000 റണ്ണിന്റെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും തൊട്ടു പിന്നിൽ രണ്ടാമതായി വിരാട് കോഹ്ലി എത്തിയെന്നുള്ളതാണ്. ശ്രീലങ്കയുടെ സംഘക്കാരെ പിന്തള്ളിയാണ് വിരാട് കോഹ്ലി 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 293 മത്സരങ്ങളിൽ നിന്ന് 14,235 റണ്ണോട് കൂടിയാണ് വിരാട് കോഹ്ലി 2ാം സ്ഥാനത്തെത്തിയത്. ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന 2ാമത്തെ താരമായിരിക്കുന്നത്. 452 മത്സരങ്ങളിൽ നിന്ന് 18,426 റൺസ് നേടിയ സച്ചിൻ തെണ്ടുൽക്കറാണ് ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളും 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ കഴിഞ്ഞ 2 തോറ്റ് ഇന്ത്യ സീരീസ് കൈവിട്ടിരിക്കുമ്പോഴാണ് ഇന്ന് 3ാമത്തെ മത്സരത്തിന് സിഡ്നിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 236 റൺസിന് പുറത്താവുകയായിരുന്നു. പിന്നാലെ ബാറ്റിംഗിന് ഇറങ്ങിയ രോഹിത് ശർമ്മ നല്ല രീതിയിൽ കളിച്ചു. രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം നിന്ന ക്യാപ്റ്റൻ ഗില്ലിന് തുടക്കത്തിൽ തന്നെ പുറത്താകേണ്ടി വന്നെങ്കിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയോടൊപ്പം ചേർന്നതോടുകൂടി ഇന്ത്യയുടെ സ്കോർ അനായാസം മുന്നോട്ട് പോയി. 11 ഓവറുകളും 9 വിക്കറ്റും ബാക്കി നിൽക്കെ ഇന്ത്യ ഒരു വലിയ രീതിയിലുള്ള വിജയം ഓസ്ട്രേലിയക്കെതിരെ നേടുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ മത്സരത്തോടുകൂടി ഇനിയിപ്പോൾ 2027 വരെ ഇരുവരും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കുമെന്ന് ക്യാപ്റ്റൻ ഗില്ല് കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും ഇവർ ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമേ ഉള്ളൂ, ടെസ്റ്റിലും T20യിലും ഇല്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് എത്ര മത്സരങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അവസാനത്തെ ഓസ്ട്രേലിയയിലുള്ള മത്സരമായിരിക്കാം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കായിക പ്രേമികളെ സംബന്ധിച്ച്, ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വലിയ ഒരു സങ്കടം കൂടിയായിരിക്കും എന്നുള്ളതാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് താങ്ക് യു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിക്കളത്തിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.